നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കാറുണ്ടല്ലേ. അതിൽ ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, എന്നാൽ മറ്റു ചിലത് തീരാ വേദനയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കാറുണ്ട് അല്ലേ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ ഒരു കാര്യം ഇന്ന് സഫലീകരിക്കാൻ പോവാട്ടോ. എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വഴിയേ പറയാട്ടോ. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, തീരാ വേദനയായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അതെന്താണ് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചില്ലേ? എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപാട് ആഗ്രഹമായിരുന്നു എൻ്റെ ഉപ്പാക്ക് എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ളത്. എന്നാൽ എന്തു പറയാൻ, എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ, എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ വന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന മറ്റു ചിലർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളിവിടെ സാധിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, മറ്റു ചിലരോ? ജീവിച്ചിരിക്കുന്ന മറ്റു ചിലർ ആരാണെന്നല്ലേ? അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണ് കേട്ടോ. എൻ്റെ ഉമ്മമാർ. എൻ്റെ 2 ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു സന്തോഷം, ചെറിയ സന്തോഷം ഇന്ന് നേടിയെടുക്കാൻ പോവാണ്. ആ ഒരു ചെറിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സന്തോഷം തന്നെയായിട്ടാണ്, മറക്കാനാവാത്ത ഒരു മൊമെൻ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. എൻ്റെ ഉമ്മമാർക്ക് ഞാൻ വാങ്ങിച്ച ആ ചെറിയ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ഉമ്മമാർക്ക് ഞാൻ സർപ്രൈസായിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷം ഒന്ന് നേരിട്ടറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ 2 പേരും തരിച്ചിരിക്കുന്നത് പോലെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമായിട്ട് അവർക്ക് ഫീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഈ ചെറിയ സമ്മാനം അവരുടെ കണ്ണ് നനയിച്ചപ്പോൾ എൻ്റെ ഹൃദയം തന്നെ സന്തോഷം കൊണ്ടൊന്ന് നിറഞ്ഞു കവിഞ്ഞു കേട്ടോ. താങ്ക് യു.